നമസ്കാരം, മോനിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഔഷധ ചെടിയുടെ പേരാണ് തിപ്പലി. കാഴ്ചയ്ക്ക് നമ്മുടെ കുരുമുളകുമായിട്ട് നല്ല സാദൃശ്യമാണ്. കുരുമുളകിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇലകളാണെങ്കിലും കായകളാണെങ്കിലും കുരുമുളകുമായിട്ട് നല്ല സാമ്യമാണ്. അതിൻ്റെ കായ കാണിച്ചു തരാം. ചിലതൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്, അത് ഒത്തിരി വളർന്നു നിൽപ്പുണ്ട്. കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ കായ. ഈ കാണുന്നതാണ് ഇതിൻ്റെ കായ. ഇത് ശരിക്കും നമ്മൾ ഇതിനെ ഉണക്കി പൊടിച്ചതിന് ശേഷമാണ് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ചുമയ്ക്ക്, ജലദോഷം, കഫക്കെട്ട് ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിനെ ഉണക്കി പൊടിച്ചത് തേനുമായിട്ട് ചാലിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിനെ ഈ കുരുമുളകും ചുക്കും ഇതുകൂടി ചേർത്ത് പൊടിച്ച് സേവിക്കുന്നത് ചുമയ്ക്ക് വളരെ നല്ലൊരു ഔഷധമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഔഷധ സസ്യമാണ് ഈ തിപ്പലി. ഇത് വളരെ നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു തണ്ട്, ഇച്ചിരി നന്നായിട്ട് മുറ്റിയ ഒരു തണ്ട് എവിടെയെങ്കിലും നമ്മുടെ വീടിൻ്റെ ഓരത്തോ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നല്ല ഇതുപോലെ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ്. ഒരുപാട് പടർന്നു വരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇതൊരു ചെറിയൊരു മുറ്റിയ തണ്ട് മാത്രം മതി, നമുക്ക് ഒത്തിരി ഇത് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ളതാണ്. ഔഷധ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു ചെടിയാണ് ഇത്. ചെറുതിപ്പിലിയുള്ളത് കാട്ടുതിപ്പിലി എന്നും നാട്ടുതിപ്പിലി എന്നും അറിയപ്പെടുന്നുണ്ട്. അതിനെയാണ് ചെറുതിപ്പിലി, വൻതിപ്പിലി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ കാണുന്നത് ഇത് വൻതിപ്പലിയാണ്. നമ്മൾ കാട്ടുതിപ്പിലി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നട്ടുപിടിപ്പിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യുക. പിന്നെ ഈ മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.